സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ ഇന്ന് ചർച്ച നടക്കും. എന്റെ ചോദ്യം അതല്ല. നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. എന്റെ ചോദ്യം ചോദ്യമായിരുന്നു. കേന്ദ്ര സംഘം എത്തിയ ആ ദിവസം തമിഴ്നാടിന് 900 കോടി കൊടുക്കാമെങ്കിൽ വയനാടിന് 5 പൈസ കൊടുക്കാതിരിക്കാൻ നിങ്ങളുടെ ന്യായം എന്താണ്? ഞാൻ പറയുന്ന ഡിബേറ്റ് നമുക്ക് കാണാം. ഹാഷ്മിയുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മറുപടി നമുക്ക് എന്താണെന്ന് നമുക്കൊന്ന് കാണാം. ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് വ്യക്തമായ മറുപടി ഉണ്ടെങ്കിൽ അവതാരകനോട് മറുപടി പറയാം. അല്ലാതെ ഇത് എന്ത് അഭ്യാസം കാണിക്കണേ? മാന്യമായി സംസാരിക്കൂ സാർ, മാന്യമായി സംസാരിക്കൂ പ്ലീസ്. ഈ പാർലമെന്റ് സമ്മേളനം തുടങ്ങിയിട്ട് 7 ദിവസമായി 8 ദിവസമായി അഡാനി എന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കുക എന്നല്ലാണ്ട് ഈ വിഷയം ഉന്നയിച്ചോ? കേരളത്തിന് 20 ലോക്സഭാ അംഗങ്ങളുണ്ടല്ലോ, അതിലൊരാൾ ഞങ്ങളെ ആളാ ഒഴിവാക്കി നിർത്ത്. ബാക്കി 19 ആളുണ്ടല്ലോ. രാജ്യസഭയിൽ 9 ആളുണ്ടല്ലോ, ഒറ്റ BJP-ക്കാരനും ഇല്ല. ചോദിച്ചോ പാർലമെന്റിൽ എന്താ കേന്ദ്രം വയനാട് ദുരന്തത്തിൽ കേരളത്തിന് പൈസ കൊടുക്കാത്തതെന്ന് ചോദിച്ചോ ആരെങ്കിലും? 9 ദിവസമായി 6 ദിവസം അഡാനി പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കി മുക്കി. അതിനുശേഷം ഭരണഘടന ചർച്ച ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 3 ദിവസമായി തുടങ്ങിയിട്ട് എന്താ ചോദിച്ചില്ല? മറുപടി ഉണ്ടോ ശ്രീപത്മനാഭൻ? ക്വസ്റ്റ്യൻ അവറിന് ചോദിച്ചൂടെ? എന്റെ ചോദ്യത്തിന് അങ്ങേക്ക് മറുപടി ഉണ്ടോ? എന്റെ ചോദ്യത്തിന് അങ്ങേക്ക് വളഞ്ഞു കെട്ടാതെ മറുപടി ഉണ്ടോ? എന്റെ ചോദ്യം, തമിഴ്നാടിന് കേന്ദ്ര സംഘം എത്തിയ ദിവസം 900 കോടി കൊടുത്തെങ്കിൽ കേരളത്തിൽ ഇത്രയധികം പേർ 298 പേർ ഒഫീഷ്യലായി മരിച്ച ഒരു ദുരന്തത്തിൽ 5 നയാ പൈസ തരാതിരിക്കാൻ കാരണം പറയാൻ ധൈര്യമുണ്ടോ? നേർക്കുനേർ ഒരു ചോദ്യം വരുമ്പോ അത് പ്രവർത്തകരുടെ വളരെ ആത്മസമീപനം പാലിച്ച് ചോദിക്കുക, മറുപടി കൊടുക്കുക. ഇതുപോലെ രാഷ്ട്രീയ പ്രവർത്തകർ തുടങ്ങല്ലേ. നിങ്ങള് ഹാഷ്മിയുടെ ചോദ്യത്തിനുള്ള മറുപടി കൊടുക്കൂ. BJP വിരോധത്തിൽ നിന്നുണ്ടായ കുറെ അബദ്ധങ്ങളാണ് നിങ്ങളുടെ ചോദ്യം. നിങ്ങളുടെ അബദ്ധം പൊട്ടത്തരാ ചോദിക്കുന്നത്. യു ആർ ആസ്കിംഗ് ഫൂളിഷ് തിങ്സ്. അന്ധമായ BJP വിരോധത്തിലുണ്ടായ പൊട്ട ചോദ്യങ്ങളാ. ഉത്തരമില്ലെങ്കിൽ പ്രകോപിതനാവാം. എഴുതി കൊടുത്തിട്ടുണ്ട് മറുപടി. ഉത്തരമില്ലെങ്കിൽ അങ്ങേക്ക് പ്രകോപിതനാവാം. പാർലമെന്റ് ചോദിക്കട്ടെ. ഉത്തരമില്ലെങ്കിൽ അങ്ങേക്ക് പ്രകോപിതനാവാം. പൊട്ടത്തരം പോലുള്ള അസഭ്യവാക്കുകൾ അങ്ങേക്ക് ഉപയോഗിക്കാം. എന്റെ ചോദ്യം അവിടെ നിൽക്കുകയാണ് ശ്രീപത്മനാഭ, എന്റെ ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഒരു മെമ്മോറാണ്ടോ ഇല്ലാതെ, ഒരു 3 മാസം കഴിഞ്ഞുള്ള ഒന്നുമില്ലാതെ തമിഴ്നാട്ടിൽ 900 ചില്ലുവാനം കോടി ആ ദിവസം കൊടുക്കാമെങ്കിൽ വയനാടിനോട് ഈ ചിറ്റമ്മ നയം എന്തിനാണ്? വയനാടിനോട് ചിറ്റമ്മ നയം എന്തിനാണെന്ന് പറയാൻ അറിയോ ശ്രീപത്മനാഭ? താങ്കൾക്ക് പറയാൻ അറിയോ? തിങ്കളാഴ്ച പാർലമെന്റ് അത് ചോദിക്കാം. താങ്കൾക്ക് പറയാൻ അറിയാവോ? അത് ചോദിക്കാം. താങ്കൾക്ക് ഇത് പറയാൻ അറിയാവോ? അത് ചോദിക്കാം. പക്ഷെ താങ്കൾക്ക് ഈ ചോദ്യത്തിന് അറിയാവോ? തിങ്കളാഴ്ച പാർലമെന്റിൽ ചോദിക്ക്. ശ്രീപത്മനാഭ മുട്ടാപ്പോക്ക് പറയല്ലേ. താങ്കൾക്ക് ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയില്ല. കാരണം എന്താണ്? അങ്ങേക്ക് മറുപടി ഇല്ല. അതുകൊണ്ടാണ് പാർലമെന്റിൽ പ്രിയങ്ക ഗാന്ധിക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. പച്ചക്കള്ളം എഴുതി കൊടുത്തത് നുണയാ. ശ്രീപത്മനാഭ, എന്റെ ഒരൊറ്റ ചോദ്യമാ. തമിഴ്നാടിന് ആ ദിവസം 900 ചില്ലുവാനം കോടി കൊടുക്കാമെങ്കിൽ പ്രിയപ്പെട്ട BJP പ്രതിനിധി കേരളത്തിനോട് ശത്രുത എന്തിനാണ്? കേരളത്തിന് 5 പൈസ കൊടുക്കാത്ത എന്താണെന്ന് മറുപടി അങ്ങേക്കുണ്ടോ? നിങ്ങൾ നുണ പറയാണ്. നുണ നിങ്ങളാണ് പറയുന്നത്. അന്ധമായ BJP വിരോധം കാരണം നിങ്ങൾ നുണ പറയാണ്. നിങ്ങൾ പ്രിയങ്ക ഗാന്ധിക്ക് എഴുതി കൊടുത്ത ചോദ്യത്തിൽ ഉത്തരത്തിൽ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ തിങ്കളാഴ്ച പാർലമെന്റ് ചോദിക്കും. ഈ ദുരന്തം മുൻകൂട്ടി വിവരം അറിയിച്ചില്ല എന്നുള്ളത് അങ്ങ് ചർച്ച അലമ്പാക്കും എനിക്കറിയാം. കാരണം എന്താണ്? അങ്ങേക്ക് മറുപടിയില്ല. ശ്രീപത്മനാഭൻ, തമിഴ്നാട്ടിൽ ഫെങ്കൽ ചുഴലിക്കാറ്റടിച്ചു. അവിടെ കേന്ദ്ര സംഘം എത്തി. കേന്ദ്ര സംഖ്യ അതേ ദിവസം ഒരു മാനദണ്ഡവും ഇല്ലാതെ 900 കോടി അടിയന്തരമായി അനുവദിക്കാമെങ്കിൽ കേരളത്തിനോട് എന്തിനാണ് വേറെ കൃത്യം? മറുപടി ഉണ്ടോ? തിങ്കളാഴ്ച പാർലമെന്റ് ചോദിക്കും. അത് ചോദിക്കാൻ പറയാം. തിങ്കളാഴ്ച പാർലമെന്റിൽ ഇപ്പോൾ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന BJPയുടെ പ്രതിനിധിക്ക് മറുപടി ഉണ്ടോ? ഇല്ലല്ലോ. പാർലമെന്റ് സെഷൻ നടന്നുകൊടുക്കുക. ശരി, ചോദിക്കാം. അത് ഇപ്പോൾ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന BJPയുടെ പ്രതിനിധിക്ക് അതിന് മറുപടി ഉണ്ടോ? ഇല്ലല്ലോ. അങ്ങേക്ക് മറുപടി ഉണ്ടോ ശ്രീപത്മനാഭ? പാർലമെന്റ് ചോദിക്കും. അങ്ങേക്ക് മറുപടി ഉണ്ടോ ശ്രീപത്മനാഭ? കൃത്യമായ ഉത്തരം തരും. അങ്ങേക്ക് മറുപടി ഉണ്ടോ? ഉത്തരം എഴുതി കൊടുത്തിട്ടുണ്ട്. അങ്ങേക്ക് മറുപടി ഉണ്ടോ? അങ്ങേക്ക് ഇതിന് മറുപടി ഉണ്ടോ? എന്റെ ചോദ്യത്തിന് അഭ്യാസം താങ്കളല്ലേ? അത് കേൾക്കുന്നത് മനസ്സിലാവുന്നുണ്ട്. അഭ്യാസം ആരെടുക്കുന്നത്? അങ്ങേക്ക് മറുപടി ഉണ്ടോ? മറുപടിയാണ് പാർലമെന്റ് ചോദിക്കും. അങ്ങേക്ക് മറുപടി. ഇതിന് മറുപടി ഇല്ലല്ലോ. ഇതിന് മറുപടി അങ്ങേക്ക് അറിയില്ലല്ലോ. അഭ്യാസം എടുക്കല്ല. ഇതിന് മറുപടി അങ്ങേക്ക് അറിയില്ലല്ലോ. അതുകൊണ്ടല്ലേ എന്റെ മറുപടിയാണ്.
എന്താ? ഈ രാജ്യത്തെ പാർലമെന്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോദിക്ക് പാർലമെന്റിൽ. അവിടെ നുണ പറയാൻ പറ്റൂലല്ലോ. ശ്രീ വി പി, എന്റെ ചോദ്യം വളരെ ലഘുവാണ്. എന്റെ ചോദ്യം വളരെ ലഘുവാണ്. ത്രിപുരയിൽ ദുരന്തമുണ്ടായി കേന്ദ്ര സംഘം അവിടെ എത്തി 2 ദിവസത്തിനകം അവർക്ക് അടിയന്തര സഹായം കൊടുക്കാമെങ്കിൽ തമിഴ്നാട്ടിൽ ഫെങ്കൽ ഉണ്ടായി എന്ത് ചെയ്യാൻ പറ്റും? അങ്ങ് നുണ പറഞ്ഞാൽ എന്ത് ചുക്ക് ചെയ്യാൻ പറ്റും? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങ് നുണ പറഞ്ഞോണ്ടിരിക്കും, അത്രേ ഉള്ളൂ. എന്റെ ചോദ്യം ശ്രീപത്മനാഭൻ, അങ്ങേക്ക് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. എന്റെ ചോദ്യം അവിടെ നിൽക്കുകയാണ്. ചോദ്യം എന്താണ്? ത്രിപുരയ്ക്ക് ദുരന്തമുണ്ടായി 2-ാം ദിവസം ഒരു മാനദണ്ഡവും ഒരു കത്തുമില്ലാതെ അടിയന്തര സഹായം അനുവദിക്കാമെങ്കിൽ, തമിഴ്നാട് ദുരന്തമുണ്ടായി കേന്ദ്ര സംഘം എത്തിയ ദിവസം 900 കോടി അനുവദിക്കാമെങ്കിൽ, കേരളത്തിന് അനുവദിക്കാത്ത നിങ്ങളുടെ രാഷ്ട്രീയ പകയാണ് ശ്രീപത്മനാഭ. അതുകൊണ്ടാണ് താങ്കൾക്ക് മറുപടി ഇല്ലാതെ അങ്ങ് വിളറിയിരിക്കുന്നത്. അങ്ങയുടെ കുറ്റമല്ല, അങ്ങ് മറുപടി ഇല്ല, അതുകൊണ്ടാണ്. അത് ചോദിക്കാം. ഓക്കെ, തിങ്കളാഴ്ച പാർലമെന്റ് ചോദിക്കാൻ പറയും. തിങ്കളാഴ്ച പാർലമെന്റ് ചോദിക്കും. അങ്ങേക്ക് മറുപടി ഇല്ലല്ലോ. അങ്ങേക്ക് മറുപടി ഇല്ലല്ലോ. അങ്ങേക്ക് ഇപ്പൊ മറുപടി ഉണ്ടോ? ഇല്ലല്ലോ. അങ്ങേക്ക് സാർ, അങ്ങേക്ക് ഈ ചോദ്യത്തിന് മറുപടി പറയാൻ അറിയാവോ? പ്രിയപ്പെട്ട BJP പ്രതിനിധി, അങ്ങേക്ക് ഈ ചോദ്യത്തിന് മറുപടി പറയാൻ അറിയാവോ? പ്രിയപ്പെട്ട BJP പ്രതിനിധി, അങ്ങേക്ക് ഈ ചോദ്യത്തിന് മറുപടി പറയാൻ അറിയാവോ? അതേ പറഞ്ഞുകൊണ്ടിരിക്കും, അങ്ങ് അറിയാം. ശരി, ചുണയുണ്ടെങ്കിൽ ഇതിന് മറുപടി പറ. അങ്ങേക്ക് ചുണയുണ്ടെങ്കിൽ ഇതിന് മറുപടി ഉണ്ടെങ്കിൽ പറയാവോ? ഇല്ല. ഓക്കെ.